നമസ്കാരം. നമുക്ക് നോക്കാം ഇന്ന് പ്രപഞ്ചശക്തി എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് നിങ്ങളെ തേടിയെത്തുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദി സ്റ്റാർ, 10 of cup, 10 of sword, Queen of cup, Hierophant, 9 of sword. ഓവറോൾ എനർജി 7 of wand-ൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചലഞ്ചിങ് ഫേസ് തന്നെയാണ് ഇന്നേ ദിവസം നിങ്ങൾ കാത്തിരിക്കുന്നത്, എങ്കിൽ പോലും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. ഓക്കെ, ഇത് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാകും എങ്കിൽ പോലും നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റിൻ്റെ കാർഡ് അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുക. മറ്റൊരു വീടിലൂടെ നിന്ന് ഇന്ന ദിവസം നിങ്ങളുടെ ദിവസത്തെ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അത് ഇന്നർ സ്ട്രെങ്ത് ഉപയോഗിച്ച് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ. നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഏതൊരു കാര്യത്തിനും ആക്ഷൻ എടുക്കുവാനെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമോഷണലായിട്ട് ചിന്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇമോഷണലായിട്ടും ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് അല്ലെങ്കിൽ സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 10 of കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് സോഡിൻ്റെ എനർജിയും വന്നിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി, എന്നും വഴക്കായിരിക്കാം അല്ലെങ്കിൽ എന്നും ഒരു കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും, പക്ഷേ ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് ഒരു നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, കോൾ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണെങ്കിൽ അതിനുള്ളൊരു സാധ്യത, നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു നിമിഷമൊക്കെ കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 10 of സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഓവർ തിങ്കിങ് മാറ്റി വെക്കണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഓവർ തിങ്കിങ് കാരണം ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുവാൻ നിങ്ങൾ ഭയന്ന് സ്റ്റക്കായി നിൽക്കുന്നു. നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരിക. നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള ഡേയ്സൊക്കെ തന്നെയാണ് മുന്നിലോട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം ഭയപ്പെട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സക്സസിൻ്റെ ടൈമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ക്വീൻ ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിരുകടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, അതിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ കുഴിയാണ്. ഓക്കെ, ഭയന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ മാനസിക ബലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ ശരിയായ ചിന്തയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളുടെ ശരിയായ ചിന്തയും നമ്മുടെ നോളജും ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷനിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന പല സിറ്റുവേഷനെയും നിങ്ങൾക്ക് വീണ്ടും തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു എനർജി കൂടി വന്നിരിക്കുന്നു. ക്വീൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ജോലി സംബന്ധമായോ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു എനർജി ഇന്നേ ദിവസം കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഹീറോഫിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏതൊരു അവസരമായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡിൻ്റെ എനർജി വീണ്ടും വന്നിരിക്കുന്നു. ചില മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായി ഉയർച്ച ലഭിക്കാനുള്ള സാധ്യത ലഭിക്കുന്നുണ്ട്. ഓക്കെ, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്, ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 9 of സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ,
നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരുപാട് നാളായിട്ട് നിങ്ങളെ ഉറക്കം പോലും ഇല്ലാതാക്കിയ ചില സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നു, സന്തോഷത്തോടെ വരുന്നു. ഇവിടെയും 9 ആണ്, ഇതും 9 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഓവർ തിങ്കിങ് കാരണം ഒരുപാട് കരയിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന രാത്രികളെയെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെൽമി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്. ഓക്കെ, മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് നിലവിലുള്ളതെങ്കിൽ അത് നിങ്ങളെ മുന്നോട്ട് കടന്നു പോകുന്നതിന് നിങ്ങളെ തടസ്സപ്പെടുത്തും. എന്നാൽ നിങ്ങൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥയെ, നിങ്ങളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന മാനസികാവസ്ഥയെ തകർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ ശക്തനായ ഒരു വ്യക്തിയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ കൃത്യമായിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നുവെങ്കിൽ ആ ഒരു സമയത്തുണ്ടാകുന്ന ഡിഗ്രി എന്ന് പറയുന്ന ഒരു ചെറിയൊരു 30 ഡിഗ്രി ആയിരിക്കും അവിടെ ടേക്ക് ഓഫിൻ്റെ ആ പോയിന്റിൽ നിന്ന് കുറച്ച് അങ്ങോട്ടോ വ്യത്യാസം വരുന്നത്. പക്ഷേ ആ ഒരു ടേക്ക് ഓഫ് കൊണ്ട് നമുക്ക് ലാൻഡ് ചെയ്യേണ്ട ആ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൂരം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസത്തിലായിരിക്കും നമുക്കത് ഉണ്ടാക്കുക. ഓക്കെ, ചെറിയൊരു നെഗറ്റീവ് ആണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ചെറിയ നെഗറ്റീവ് ആണെങ്കിൽ, നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 2025 അതേ സ്ഥാനത്ത് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശ നമുക്ക് തോന്നും. നമുക്ക് കടന്നു പോകുന്ന ഓരോ വർഷങ്ങളും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നു? നമ്മൾ മരണത്തോടാണ് അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു ജന്മമാണുള്ളത്, അത് വെറുതെ അങ്ങ് ജീവിച്ചങ്ങ് തീർക്കുകയാണ്. ആസ്വദിക്കാനുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടമാക്കി കളയുന്നു. ഇതുപോലെ കരഞ്ഞിരിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു, ഉള്ളതിൽ സന്തോഷിക്കാൻ വിട്ടുപോകുന്നു. ഓക്കെ, അങ്ങനെയുള്ള എനർജിയിലൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു നെഗറ്റീവ് തോട്ടിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഉള്ളതിൽ നമുക്ക് സന്തോഷിക്കാൻ ശ്രമിക്കാം. എങ്കിൽ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. അത് സത്യമായ കാര്യമാണ്. അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരും. അത് സത്യമാണ്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസം എന്താണോ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നമ്മളെ തന്നെ പഴിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാകില്ല. നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും, ഇന്നത്തെ ദിവസം എനിക്ക് ദാനമായി തരികയാണ്. ഓരോ ദിവസവും നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ദൈവമേ, എൻ്റെ ശരീരമൊക്കെ ഇവിടെ ഉണ്ട്, എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്, ഈ ഒരു ദിവസവും കൂടി എനിക്ക് ദാനമായി തന്നിരിക്കുന്നു, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഉണർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് സന്തോഷമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.